നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂരിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. ചെളിങ്ങാട് 50 തിരുനാളിനിടെ യുവാക്കളെ മർദ്ദിച്ച 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് മുരിയാന്തോട് ബീച്ചിൽ മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പിന്റെ മറവിലെ ലഹരി വിൽപ്പന പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. മണലൂർ പുത്തനങ്ങാടിയിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. മുല്ലശ്ശേരി വീട്ടിൽ രവി വാടകയ്ക്ക് താമസിക്കുന്ന ഓടിട്ട വീടിനാണ് തീ പിടിച്ചത്. ബുധനാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പ്രസ് ക്ലബിന് സമീപം റൂം വാടകയ്ക്കെടുത്ത് ചെരുപ്പും ബാഗുകളും നന്നാക്കി ഉപജീവനം നടത്തുകയാണ് രവി. ഭാര്യ പ്രിയ മറ്റൊരു വീട്ടിൽ വീട്ടുപണിക്കും 3 മക്കൾ സ്കൂളിലേക്കും പോയ നേരത്തായിരുന്നു വീടിന് തീ പിടിച്ചത്. തീ പടർന്ന് ആളിക്കത്തുന്നത് സമീപ വീട്ടുകാരാണ് കണ്ടത്. ഉടനെ സമീപവാസി മോട്ടോർ അടിച്ച് തീ കെടുത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. നാട്ടികയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും എത്തിയിരുന്നു. തീപിടുത്തത്തിൽ വീടിൻ്റെ മേൽക്കൂരയും വീട്ടിലെ വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു. ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. അഗ്നിരക്ഷാസേന പ്രവർത്തകരാണ് വീട്ടിലെ പാചകവാതക സിലിണ്ടർ പുറത്തെത്തിച്ച് അപകടം ഒഴിവാക്കിയത്. രാവിലെ പണിക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വെള്ളമൊഴിച്ച് അടുപ്പ് കെടുത്തിയിരുന്നതായും രവി പറഞ്ഞു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. സുധീർ എന്നയാളുടേതാണ് വീട്. 6 വർഷമായി രവി ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. വീട് കത്തിയതോടെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറേണ്ട അവസ്ഥയിലാണ് ഈ നിർധന കുടുംബം. നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും 6,13,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി CC മൂന്നൻ MLA അറിയിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ കൊച്ചിപ്പാടം ശ്രീമുരുക റോഡ്, പുലാമുഴ മുറ്റിച്ചൂർ റോഡ്, വില്ലേജ് ഓഫീസ് റോഡ് എന്നിവയ്ക്ക് 26 ലക്ഷവും, പുത്തൻ കോവിലകം റോഡിന് 25 ലക്ഷവും, ആലുംതാഴം റോഡിന് 15 ലക്ഷവുമാണ് അനുവദിച്ചിട്ടുള്ളത്. ചാടൂർ ഗ്രാമപഞ്ചായത്തിലെ SN റോഡ് 26 ലക്ഷം, മൃഗാശുപത്രി റോഡ് 16 ലക്ഷം, വേലുമാൻപടി റോഡ് 30 ലക്ഷം എന്നിവയും നീക്കിവെച്ചിട്ടുണ്ട്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ കോട്ടൺമിൽ റോഡ് 31 ലക്ഷം, TP രാമൻ റോഡ് 26 ലക്ഷം, നാട്ടിക ബീച്ച് റോഡ് 30 ലക്ഷം എന്നിങ്ങനെയും അനുവദിച്ചിട്ടുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കൊപ്രക്കളം പുതിയങ്ങാടി ബീച്ച് റോഡ് 16 ലക്ഷം, ഇടച്ചേരി ബീച്ച് റോഡ് 16 ലക്ഷം, പത്താങ്കല്ല് ബീച്ച് റോഡ് 22 ലക്ഷം എന്നിവയും മാറ്റിവെച്ചിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ സോമിൽ റോഡിന് 20 ലക്ഷവും, SN സെൻറ്റർ ചാമക്കാല റോഡിന് 23 ലക്ഷവുമാണ് അനുവദിച്ചിട്ടുള്ളത്. താന്യം ഗ്രാമപഞ്ചായത്തിലെ രാജവീതി റോഡിന് 30 ലക്ഷം, പൂക്കാട്ടുകുന്ന് റോഡ് 30 ലക്ഷം എന്നിങ്ങനെയും നീക്കിവെച്ചിട്ടുണ്ട്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ 6,13,00,000 രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത്. റോഡുകളുടെ എസ്റ്റിമേറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി കഴിഞ്ഞതായും സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും സ്വീകരിച്ച് 14 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായും CC മൂന്നൻ MLA പറഞ്ഞു. താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും പ്രധാന അധ്യാപികയുടെ യാത്രയപ്പും ശതാബ്ദി വർഷാചരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. 100 വർഷം ഈ വിദ്യാലയത്തിൽ തികയുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖലയാണ്. ഇന്നും ഇന്ത്യ 100 ഇന്ത്യക്കാരെ എടുത്ത് നോക്കിയാൽ 20 പേർക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ലോകത്തെ ഏറ്റവും കൂടുതൽ നിരീക്ഷണമുള്ളതാണ്. അവിടെയാണ് നമ്മൾ 100 പേര് സാക്ഷരരായ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാക്ഷരതയുള്ള വിദ്യാഭ്യാസ ശതമാനമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് മുന്നേറുന്ന ഒരു സംസ്ഥാനമായി കേരളമാണ്. കേരളത്തിൽ ഒരു കാലത്ത് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത നമ്മുടെ പഴയ മുത്തച്ഛന്മാരുടെ അച്ഛന്മാരുടെ കണക്ക് നോക്കിയാൽ കാണാം. എല്ലാവരും പഴയ 4ാം ക്ലാസ്സാണ്. കാരണം അന്ന് 4ാം ക്ലാസ് വരെ വിദ്യാലയം ഉണ്ടായിരുന്നു.
PTA പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. വിരമിക്കുന്ന പ്രധാന അധ്യാപിക PA സീനത്തിനുള്ള ഉപഹാര സമർപ്പണവും PTA ആദരവും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യ അതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, MB മുകേഷ്, MK ചന്ദ്രൻ, NS സുഗതൻ, TR പ്രകാശൻ, KM മോഹനൻ, അഞ്ജു ജിമേഷ്, സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി 5 നാൾ നീണ്ടു നിൽക്കുന്ന അഖില കേരള ചന്ദ്രഹാസ നൃത്ത സംഗീതോത്സവത്തിന് ക്ഷേത്രം മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമി തിരിതെളിയിച്ചു. അഖില കേരള അടിസ്ഥാനത്തിലുള്ള നൃത്ത സംഗീതോത്സവത്തിനും ഇന്ന് 22/1/2025 തിരിതെളിയുകയാണ്. 24-ാം തീയതി അഖില കേരള അടിസ്ഥാനത്തിലുള്ള തിരുവാതിരക്കളി മത്സരം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തോളമായി കേരള സംഗീത നാടക അക്കാദമിയുടെ രജിസ്ട്രേഷനോട് കൂടിയാണ് നമ്മൾ ഈ കലാപരിപാടികൾ ഇവിടെ നടത്തി വരുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും കേരള സംഗീത അക്കാദമിയുടെ രജിസ്ട്രേഷനോട് കൂടിയ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള തിരുവാതിരക്കളി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് അങ്ങനെ കൊടുക്കുകയും അതിന് ക്യാഷ് പ്രൈസും നമ്മളിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളത് കൊടുക്കുന്നതാണ്. അതുപോലെ ഇന്നു മുതൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കലാസ്നേഹികൾക്കും നാട്ടുകാർക്കും അന്നദാനവും ഭക്ഷണവും ശ്രീമൂലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. CBSE കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ അമേയ വിപിൻ മുഖ്യ അതിഥിയായി. പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ മാസ്റ്റർ, ക്ഷേത്രം സെക്രട്ടറി മേഘനാഥൻ, കോർഡിനേറ്റേഴ്സ് പ്രീതി കഴിമ്പ്രം, ആര്യ സുഹാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉത്തര മണികണ്ഠന്റെ സംഗീത കച്ചേരി അരങ്ങേറി. ഇരിങ്ങാലക്കുട ശിവരഞ്ജിനി സംഗീത വിദ്യാലയം, തളിക്കുളം ചിത്രാംബരി സംഗീത വിദ്യാലയം എന്നിവർ ഒരുക്കിയ നൃത്തങ്ങൾ നടന്നു. എറണാകുളം രാഗശ്രീ മോഹൻ, ജയന്ത് ശ്രീ മോഹൻ എന്നിവർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി ശ്രദ്ധേയമായി. തൃപ്യാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം, നാട്ടിക ആരിഗിരി അമ്മ, ഭൂമിക നൃത്തകലാക്ഷേത്രം എന്നിവർ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന വൈകിട്ട് നടന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചെറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747
215850. Geeta Ravi Public School, the joy of learning. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ചെളിങ്ങാട് പള്ളിനടയിൽ അമ്പുതിരുന്നാളിനിടെ യുവാക്കളെ മർദ്ദിച്ച കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശികളായ അർജുൻ, സൗരവ്, ചന്ദ്രാപിനി സ്വദേശികളായ ആദിത് കൃഷ്ണ, വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ചെളിങ്ങാട് സ്വദേശികളായ സമർ, ഫൈസൽ എന്നിവരെ ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SI-മാരായ കെ സൂരജ്, ജെയ്സൺ, CPO-മാരായ TS സൂരജ്, എം പ്രവീൺ, അനന്തുമോൻ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ പ്രദീപ്, ലിജു ഇയാനി, ബിജു, നിഷാന്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം SSC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നടന്നു. SC വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി 80 വിദ്യാർത്ഥികൾക്കാണ് 4 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, ജനപ്രതിനിധികളായ കെ വിജയൻ, EP അജയ് ഘോഷ്, സിജി സുരേഷ്, KK പ്രഹർഷൻ, ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ, വൈശാഖ് വേണുഗോപാൽ, മണി ഉണ്ണികൃഷ്ണൻ, MA ഷിഹാബ്, സൽമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. രീതിയിൽ നമുക്ക് ഡോക്യുമെന്റ്സ് ലഭിച്ച 60 പേർക്കാണ് നമ്മൾ ഇന്ന് വിതരണം ചെയ്യുന്നത്. അടുത്ത ആഴ്ച തന്നെ ബാക്കി 20 പേർക്കും കൂടി ഡോക്യുമെന്റ്സ് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ വിതരണം നടത്തുന്നതാണ്. നമ്മൾ എല്ലാ വർഷവും നമ്മൾ വെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അപേക്ഷ വെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് പഠനോപകരണം എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തളിക്കുളം ബ്ലോക്ക് തല ഭിന്നശേഷി കലാ കായികോത്സവം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത അധ്യക്ഷയായി. ശിശുവികസന പദ്ധതി ഓഫീസർ ശുഭ നാരായണൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട 5 പഞ്ചായത്തിലെയും ഭിന്നശേഷി കുട്ടികൾക്കായി ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം, ഫുട്ബോൾ മാച്ച് എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരക്ഷിത് മാർഗ് റോഡ് സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. കുറ്റൂക്കാരൻ ഗ്രൂപ്പ്, SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പദ്ധതിയാണ് സുരക്ഷിത് മാർഗ്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. കരുക്കുറ്റി SCMS എഞ്ചിനീയർ കോളേജ് പ്രതിനിധി KB രാജേഷ് പദ്ധതി വിശദീകരണവും ബോധവൽക്കരണ ക്ലാസും നയിച്ചു. പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, ഡെപ്യൂട്ടി HM KS ബിന്ദു, അധ്യാപകരായ ബിജു മോഹൻ, ബാബു, TN സിജിൻ, S പ്രമോദ് എന്നിവർ സംസാരിച്ചു. റോഡ് സേഫ്റ്റി റൂൾസ് പ്രധാനമായും അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ്. അതിനുവേണ്ടി പ്രിയപ്പെട്ട കുട്ടികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മൾക്ക് പേപ്പറിൽ എപ്പോഴും കാണുന്ന ന്യൂസുകളാണ് കുട്ടികളുടെ അപകട മരണം, വാഹനം മൂലമുള്ള അപകട മരണങ്ങളും അതുപോലെ അതായത് പ്രത്യേക കുട്ടികൾ ഒന്നും അറിയാതെ 15 വയസ്സിൽ കൗമാര പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നത്. കണ്ടശങ്കടവ് മാമ്പുള്ളി ശ്രീ രുദ്രമാല ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു.
തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹവനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് നവകലശ പൂജ, ഭുവനേശ്വരി പൂജ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, ഭഗവതിക്ക് നവകലശാഭിഷേകം എന്നിവ നടത്തി. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പ്രകാശൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ഭഗവതി സേവയും ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴയും ഉണ്ടായിരുന്നു. ശാന്തിമാരായ ഷൈജു, ഹരി തുടങ്ങിയവർ സഹകാർമ്മികരായി. ക്ഷേത്ര രക്ഷാധികാരി MS ഗിരിദാസ്, പ്രസിഡന്റ് MV മോഹനൻ, സെക്രട്ടറി MP അനിൽകുമാർ, ട്രഷറർ MC മദനകുമാർ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. നവവൈദികൻ ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ കാർമ്മികനായി. വികാരി റവറൻ ഫാദർ ഏബിൾ ചിറമൽ സഹകാർമ്മികനായി. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, കാഴ്ച സമർപ്പണം, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. ചൊവ്വാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ നടക്കും. ജനുവരി 29, 30, 31 തീയതികളിലാണ് തിരുനാൾ. ട്രസ്റ്റിമാരായ ND ജെയിംസ്, KK പോൾ, CA സോളമൻ, ജനറൽ കൺവീനർ KF ജോസഫ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. മണലൂർ റിബൽസ് ക്ലബിന് ജേഴ്സി വിതരണം ചെയ്തു. കെട്ടുങ്ങൽ ടർഫിൽ നടത്തിയ ചടങ്ങിൽ മുൻ പഞ്ചായത്ത് മെമ്പർ ലിൻഡോ ആന്റണി ജേഴ്സി വിതരണം ചെയ്തു. റിബൽസ് ക്ലബിൻ്റെ രക്ഷാധികാരി MV അരുൺ അധ്യക്ഷത വഹിച്ചു. ക്ലബ് ഭാരവാഹികളായ ജാക്സൺ K ജോയ്, VS വൈശാഖ്, MD ദിബിൻ, KS അശ്വിൻ, CB അതുൽ കൃഷ്ണ, CB വിശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. സാമൂഹിക പരിവർത്തന മേഖലകൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരും നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവരും ഇവരൊരു കാര്യമായിട്ട് സമീപിക്കുമ്പോൾ അരുണിനെ പോലുള്ള ആളുകളെ ഇൻവോൾവ് ചെയ്ത് ഇവർക്ക് വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത്തരം കാര്യങ്ങളുമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഇവരുടെയൊക്കെ കൂടെ നമുക്ക് കൂടാൻ പറ്റണം. ഈ കുട്ടികൾ സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്വത്താണ്. ഇവരിൽ നിന്ന് വരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സമൂഹത്തിലേക്ക് പല കാര്യങ്ങളിലേക്കും നമുക്ക് ഉപയുക്തമാക്കാൻ പറ്റുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ.
ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകളിലേക്ക്. മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ആളെ പോലീസ് പിടികൂടി. മുരിയാന്തോട് ബീച്ചിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന 42 വയസ്സുള്ള കണക്കാട്ട് തപനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 4 ഗ്രാം MDMA കണ്ടെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ DYSPമാരായ VK രാജു, ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വലപ്പാട് SI എബിൻ, ജൂനിയർ SI ജിഷ്ണു, ഡാൻസ് ഓഫ് SI CR പ്രദീപ്, ASI ലിജു ഇയാനി, ബിജു, നിഷാന്ത്, പ്രിപിൻ, മനോജ്, ബിജോഷ്, ചഞ്ചൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. മണലൂർ കമ്പനി സെന്ററിൽ ചേർന്ന യോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, LDF കൺവീനർ MR മോഹനൻ, CPI ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, NRS ബാബു, CR രമേശ്, പഞ്ചായത്ത് അംഗം ഷാനി അനിൽകുമാർ, സാജൻ മുടവങ്ങാട്ടിൽ എന്നിവർ പങ്കെടുത്തു. SFI വാടാനപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം K വിശ്വംഭര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നൈമ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KC പ്രസാദ്, സുരേഷ് മഠത്തിൽ, അലോക് മോഹൻ, VD പ്രേംദാസ്, VA ഷാജുദ്ദീൻ, നിഹിര എന്നിവർ സംസാരിച്ചു. നിരവധിയായ നേതാക്കൾ പൊരുതി നേടിയതാണ് സ്വാതന്ത്ര്യം. ആയിരക്കണക്കിന് മനുഷ്യൻ ജീവൻ നൽകിക്കൊണ്ട് നേടിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ അംഗീകരിക്കുന്നില്ല. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക് പോലും നിർവഹിക്കാത്തവരാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണാധികാരികൾ എന്ന നിലയിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയെയും ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളെയും വാടാനപ്പള്ളി കുട്ടമുഖം ഹെൽത്ത് സബ് സെന്ററിലേക്ക് പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്പോൺസർ ചെയ്ത കസാരകൾ കൈമാറി. പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AT റഫീഖ് അധ്യക്ഷനായി. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിജിത്ത്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുനീർ ഇടശ്ശേരി, ദുബായ് ഇൻകാസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് റാഫി കോമലത്ത്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് സമീർ ഹംസ, INTUC വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുനിൽ വാലത്ത്, വാടാനപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേഷ്, കോൺഗ്രസ് പ്രവർത്തകരായ IM റാഫി, സബീന റാഫി, ഹസീന താജു, മുഹമ്മദ് രഘുനന്ദൻ, ബെന്നി, ബഷീർ അറക്കൽ, പീതാംബരൻ വാലത്ത്, പ്രജീഷ്, സയ്യിദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇവിടെ ചെറിയ പോരായ്മകൾ കണ്ടു. അപ്പോൾ തന്നെ നമ്മളതിന് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ഡ്രസ്സ് അടിച്ച് അങ്ങോട്ട് ഇറക്കി അവിടെ നല്ല സീറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് താഴെ ടൈൽ വിരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ കുറച്ച് ഉപകരണങ്ങൾ ഈ
കുട്ടമുഖം സബ് സെൻറ്ററിലേക്ക് ആവശ്യമായ ഒരു സഹായം ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ സംഘടനകളും ചെയ്യുമ്പോഴാണ് ഓരോ ഗ്രാമത്തിൻ്റെയും വികസനം ശരിക്കും എല്ലാ വിഭാഗത്തെയും തൊട്ടുകൊണ്ടുള്ളൊരു വികസനം സാധ്യമാകുന്നത്. ഇവർക്ക് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ ഇവരെ അഭിനന്ദിക്കുകയാണ്. മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അംഗനവാടികളിൽ ന്യൂട്രി ഗാർഡൻ ഒരുക്കുന്നതിൻ്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ശ്രീദേവി അംഗനവാടിയിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജിൻസി തോമസ്, മെമ്പർമാരായ കവിത രാമചന്ദ്രൻ, ഷേളി റാഫി, ICDS സൂപ്പർവൈസർ കവിത എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി നടുവിൽക്കര ആലത്തി ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. തിങ്കളാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഉഷപൂജ, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സേവ എന്നിവ ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ പള്ളത്ത് സുനിൽകുമാർ ശാന്തി, ശ്രീ കണ്ണൻ ശാന്തി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, തുടർന്ന് നവകലശപൂജ, പഞ്ചഗവ്യം, ഉഷപൂജ, കലശാഭിഷേകം, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, പറയെടുപ്പ്, നാഗങ്ങൾക്ക് പാലും നൂറും നിവേദിക്കൽ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് തമ്പോലം, ഗജവീരൻ്റെ അകമ്പടിയോടെയുള്ള പൂരം എഴുന്നള്ളിപ്പും ദീപാരാധനയ്ക്ക് ശേഷം നാദസ്വര കച്ചേരിയും ഉണ്ടായിരുന്നു. ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. വലപ്പാട് പൈനൂർ പരേതനായ പണിക്കെട്ടി സുകുമാരൻ്റെ ഭാര്യ മൈഥിലി ടീച്ചർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം സ്വവസതിയിൽ നടക്കും. റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസറും ഇൻകം ടാക്സ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന പള്ളിക്കുന്നത്ത് PT ഡൊമിനിക് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ഇൻകം ടാക്സ് എംപ്ലോയി ഫെഡറേഷൻ തൃശൂർ യൂണിറ്റ്, ഇൻകം ടാക്സ് തൃശൂർ, റിക്രിയേഷൻ ക്ലബ് എന്നിവയുടെ പ്രസിഡന്റായിരുന്നു. പള്ളിക്കുന്നത്ത് പരേതനായ ഇൻകം ടാക്സ് ഓഫീസർ തോമുണ്ണിയുടെയും വാടാനപ്പള്ളി RCUP സ്കൂൾ റിട്ടയേർഡ് അധ്യാപിക പരേതയായ കുഞ്ഞിലയുടെയും മകനാണ്. ഭാര്യ ഷീജ. മക്കൾ സ്റ്റെറിഷ് വിൻ, ഷാലിൻസ്. മരുമക്കൾ മേബിൾ, ജസ്റ്റോ തോബിയാസ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണലൂരിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. ചെളിങ്ങാട് അമ്പതിരുന്നാളിനിടെ യുവാക്കളെ മർദ്ദിച്ച 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് മുരിയാന്തോട് ബീച്ചിൽ മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പിന്റെ മറവിലെ ലഹരി വിൽപ്പന പോലീസ് പിടികൂടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.